കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് നടന്നത് പിറന്നാൾ ചെലവിന്റെ പേരിലെന്ന് പോലീസ് പറയുന്നു. പിറന്നാൾ ആഘോഷിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥി ക്രൂരമായി ഈ റാഗിംഗ് വീരന്മാർ പീഡിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസൺ പറയും മറ്റു കഥകൾ. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ, പറയൂ. എസ് കെ എൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ചിലവ് ചെയ്യണമെന്നൊരു ആവശ്യം ഈ പ്രതികൾ മുന്നോട്ട് വെച്ചു. അത് നൽകാത്തതിനെ തുടർന്നാണ്, അത് നൽകാൻ സാധിക്കില്ല എന്ന് ഈ വിദ്യാർത്ഥി പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂര പീഡനം അരങ്ങേറിയെന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ആ ക്രൂര പീഡനം അരങ്ങേറിയ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. അന്നായിരുന്നു ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ആ ഒരു റാഗിങ് അവിടെ നടന്നത്. അതായത് കട്ടലിൽ കൈകാലുകൾ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, ഒപ്പം തന്നെ ഈ ഡമ്പലൊക്കെ എടുത്ത് ജനനേന്ദ്രിയത്തിൽ വെച്ച് പരിക്കേൽപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു റാഗിങ്ങിലേക്ക് കാര്യങ്ങൾ പോയത് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് തന്നെയാണോ ഈ പിറന്നാൾ എന്ന ദിവസം നമുക്ക് ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പണം നൽകണം, പണപ്പിരിവായിരുന്നു ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ കൃത്യത്തിലേക്ക് കടന്നത്. ആദ്യം തന്നെ നവംബർ മാസത്തിലെ സംഭവങ്ങൾ ഈ എഫ്ഐആറിൽ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അന്ന് മുതൽ തന്നെ ഈ പണപ്പിരിവ് സ്ഥിരമായി ഇവർ നടത്തിയിരുന്നു. അതായത് 300 രൂപ ഗൂഗിൾ പേ വഴി നൽകുന്നു, 500 രൂപ അല്ലാതെ മേടിക്കുന്നു, അങ്ങനെ 800 രൂപ വീതം ആഴ്ചതോറും ഇവർ മേടിച്ച് മദ്യപിക്കുന്നതിന് വേണ്ടി മേടിച്ചിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ പിറന്നാൾ ആഘോഷത്തിനും പണം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ഈ വിദ്യാർത്ഥി എതിർത്തു. അതാണ് ഒരു വൈരാഗ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിലേക്ക് പോയതുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് തെളിവെടുപ്പും കാര്യങ്ങളും വിശദമായിട്ടുള്ള അന്വേഷണവും എല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSUവും അതുപോലെ തന്നെ SFIയും ഇന്ന് കോളേജിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇപ്പോൾ ബാരിക്കേഡൊക്കെ കെട്ടി ഇവിടെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇന്നലെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് വലിയൊരു പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്ത് വരികയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മാർച്ച് കൂടി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി തന്നെ KSUവിൻ്റെ മാർച്ച് ഉണ്ടാകും. അതിനുശേഷം SFIയും കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറയുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട് അനാസ്ഥക്കെതിരെ ആര് നടപടിയെടുക്കുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതാണ്. ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളും ഇത് ആരും അറിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് എല്ലാ കോണിൽ നിന്നും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി അത്തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയവർക്കെതിരെയുള്ള നടപടികളും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. SK. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളം അടുത്ത കാലം കൊണ്ട് ഏറ്റവും വലിയ അതിക്രമത്തിനാണ് ആ വിദ്യാർത്ഥി വിധേയമായത്. കടുത്ത ശിക്ഷ തന്നെ ആവശ്യമാണ്. നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന അന്വേഷണം നടക്കട്ടെ. കുറ്റവാളികൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്ന് അവർ കണ്ടെത്തട്ടെ.